കളങ്കാവൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ താല്പര്യമുള്ള ആളുകൾക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന ഒരു നല്ല സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വേഷം എന്ന് പറയാം. ഈ ഒരു കഥാപാത്രം ചെയ്തതിന് മമ്മൂക്ക വലിയ കയ്യടികൾ അർഹിക്കുന്നുണ്ട്. റിലീസിന് മുന്നേ തന്നെ വലിയ രീതിയിലൊരു എക്സൈറ്റ്മെന്റ് മമ്മൂക്കയുടെ ഈ കഥാപാത്രത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു. അതിനോട് നീതി പുലർത്തുന്ന പ്രകടനമാണ് മമ്മൂട്ടി തുടക്കം മുതൽ അവസാനം വരെ ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ഈ സിനിമയുടെ ഒരു ബാക്ക് ബോണും ഒക്കെ മമ്മൂക്കയുടെ പെർഫോമൻസും അതുപോലെ മമ്മൂക്കയുടെ ക്യാരക്ടറും ഒക്കെയാണ്. ഒരു സൈഡിൽ വിനായകനാണ് ഇതിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. അദ്ദേഹമാണ് നായകന്റെ റോളിൽ വരുന്നതും. വിനായകൻ തരക്കേടില്ലായിരുന്നു. വിനായകന് കിട്ടിയ റോൾ വിനായകൻ കുഴപ്പമില്ലാതെ ചെയ്യുകയും ചെയ്തു. എങ്കിലും ആസിഫ് അലിയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ഒക്കെ ഈ ഒരു റോൾ ചെയ്തിരുന്നെങ്കിൽ കുറെ കൂടെ ഗംഭീരമായനെ എന്നൊരു തോന്നലാണ് ഉണ്ടായത്. ആദ്യ പകുതി ശരാശരിയായി അനുഭവപ്പെട്ടു. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം ഉണ്ട്. ആ ഒരു പരിപാടിയൊക്കെ നന്നായി വന്നു. വളരെ ഗ്രിപ്പിംഗ് ആയിട്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ കഥ മുന്നോട്ട് പോകുന്നുണ്ട്. അതിനോടനുസരിച്ച് മമ്മൂക്കയുടെ കിടിലൻ പരിപാടികളുണ്ട് പെർഫോമൻസിൽ. വളരെ നല്ലൊരു ക്ലൈമാക്സ് ആയിരുന്നു. മമ്മൂക്കയുടെ പെർഫോമൻസ് ആ ക്ലൈമാക്സിലും വലിയ രീതിയിൽ കയ്യടി നേടുന്നുണ്ട്. പുള്ളി സിനിമയിൽ ഉടനീളം സിഗരറ്റ് വെച്ചുള്ള പരിപാടികളുണ്ട്. ഇപ്പോൾ ടീസറിലും ട്രെയിലറിലും ഒക്കെ നമ്മൾ പുക വിടുന്നതിലൊരു വ്യത്യസ്തതയൊക്കെ കണ്ടിരുന്നു. പക്ഷേ അതല്ലാതെ സിഗരറ്റ് വെച്ച് പുള്ളിയുടെ ഒരു ഡെവിളിഷ് പരിപാടി ഉണ്ട് സിനിമയിലെ 2-3 സീനുകളിൽ. അത് ഗംഭീരമാണ്. അതുപോലെ തന്നെ സിനിമയിൽ ഏറ്റവും കയ്യടി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ സിനിമയിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരാൾ ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ള മുജീബ് മജീദാണ്. അദ്ദേഹം തന്നെയാണ് സ്കോറിങ്ങും അതുപോലെ മ്യൂസിക്കും രണ്ടും കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. സിനിമയെ പല സ്ഥലങ്ങളിലും താങ്ങി നിർത്തുന്നത് അദ്ദേഹത്തിന്റെ മ്യൂസിക്കാണ്. കാസ്റ്റിംഗിൽ ചെറിയ പോരായ്മകളുണ്ട്. അത് പലയിടത്തും മുഴച്ചു നിൽക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ക്വാളിറ്റി അത്ര ഹൈ അല്ല എന്നുള്ളതാണ്. മുൻപ് മമ്മൂട്ടി കമ്പനിയുടെ കണ്ണൂർ സ്ക്വാഡും റൊഷാക്കും ഒക്കെ വല്ലാതെ പ്രൊഡക്ഷൻ ക്വാളിറ്റി തോന്നിയ സിനിമകളായിരുന്നു. എന്നാൽ ഇവിടെ കളങ്കാവില് ലാക്ക് ഓഫ് പ്രൊഡക്ഷൻ ക്വാളിറ്റി നല്ലപോലെ അനുഭവപ്പെടുന്നുണ്ട്. ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ പ്രെഡിക്റ്റബിൾ ആണ്. പക്ഷെ എങ്കിൽ പോലും പെർഫോമൻസ് കൊണ്ട് ഒരു പരിധിവരെ മമ്മൂക്ക അതെല്ലാം മറികടന്ന് സിനിമയെ രക്ഷപ്പെടുത്തുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. മമ്മൂട്ടിയിൽ നിന്ന് ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കളങ്കാവലും പറഞ്ഞു വെക്കുന്നത്. അത്രയ്ക്കും ഗംഭീരമായിട്ട് പുള്ളി ആ ക്യാരക്ടർ അത് ചെയ്തു എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് മമ്മൂട്ടി ഇത് സെലക്ട് ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തോട് ഏറ്റവും റെസ്പെക്ട് തോന്നിയത്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കരിയറിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരു കോംപ്രമൈസും ഇല്ലാതെ, ഒരു സെന്റിമെന്റ്സും ഇല്ലാതെ, എവിടെയും ന്യായീകരിക്കപ്പെടാത്ത ഒരു തികഞ്ഞ വില്ലനാണ്. പ്രേക്ഷകന് കഥയുടെ ഒരു സെക്കൻഡിൽ പോലും മമ്മൂട്ടിയുടെ സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രത്തോട് ഒരു തരത്തിലുള്ള സെന്റിമെന്റ്സും തോന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ എവിടെയും ഗ്ലോറിഫൈ ചെയ്യാനായിട്ടും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ ജിതിൻ കെ ജോസ് കയ്യടി അർഹിക്കുന്നുണ്ട്. തിയേറ്ററിൽ നല്ല അനുഭവം സമ്മാനിക്കുന്ന ഒരു ത്രില്ലർ ചിത്രം തന്നെയാണ് ജിതിൻ കെ ജോസ് ഒരുക്കിയത്. ചില്ലറ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പോലും തിയേറ്ററിൽ കണ്ട് ആസ്വദിക്കാവുന്ന ഒരു ത്രില്ലർ തന്നെയാണ് കളങ്കാവില്. മമ്മൂട്ടി കമ്പനിയിൽ നിന്ന് മറ്റൊരു മികച്ച ചിത്രം എന്ന് തന്നെ കളങ്കാവിലിനെ ആകെ തുകയിൽ വിലയിരുത്താം.